യജ്ഞം പ്ലസ് ദാനം പ്ലസ് തപസ് കർമ്മ ന ത്യാജ്യം കാര്യമേവ തത്. അത് വളരെ സീരിയസ് ആണ്. കാര്യമേവ തത്, അത് സീരിയസ് ആയിട്ട് ആചരിക്കേണ്ടതാണ്. ഒരു കാരണവശാലും അത് കളയാൻ പാടില്ല. പക്ഷെ അതിന്റെ നിർവചനമൊക്കെ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. യജ്ഞം എന്ന വാക്കിന്റെ അർത്ഥം പറഞ്ഞു, ദാനം എന്നുള്ളതിന്റെ വാക്കിന്റെ അർത്ഥം പറഞ്ഞു, തപസ് അത് സാത്വികം നന്മ നിറഞ്ഞത്. യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണ. എന്തുകൊണ്ട് അത് ത്യജിക്കരുത് എന്ന് പറയുന്നു. അതായത് ഞാനൊരു സന്യാസിയാണ്, അതുകൊണ്ട് എനിക്കിനി ഇതൊന്നും ചെയ്യണ്ട. വളരെ കറക്റ്റാണ്, വളരെ കറക്റ്റാണ്. ഞാനൊരു സന്യാസിയാണ്, സന്യാസ ജീവിതത്തിൽ ഇതൊന്നും ചെയ്യണ്ട, തെറ്റില്ല. കാരണം എന്താ പറയാ, ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു യജ്ഞോ ദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. മനീഷിനാം, യോഗീനാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, സന്യാസീനാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഋഷീണാം എന്നല്ല പറഞ്ഞിരിക്കുന്നത്, മനീഷിണാം, മനുഷ്യർക്കാണ്. ആ വാക്കുകളുടെ പ്രയോഗം ഭഗവത്ഗീത പഠിക്കുമ്പോൾ നമ്മൾ നല്ലോണം എടുത്താൽ വളരെ വളരെ ഗംഭീരമായിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ, നമുക്ക് ഒരു കൺഫ്യൂഷനും ഇല്ലാതെ 100 പേര് ഈ ക്ലാസ് കേൾക്കുന്നുണ്ടെങ്കിൽ 100 പേർക്കും വളരെ കറക്റ്റ് ആണല്ലോ പറഞ്ഞിരിക്കുന്നത് എന്ന് തോന്നുന്ന രീതിയിലാണ് കൃഷ്ണൻ എന്ന് തോന്നുന്നല്ല, മനസ്സിലാവുന്ന രീതിയിൽ, തോന്നുന്ന രീതിയിലല്ല, മനസ്സിലാവുന്ന രീതിയിലാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. മനീഷിണ, അതായത് ദാനം തപസ് ഇത് ഒരു കാരണം സീരിയസ് കാര്യമേവ തത്, അത് വളരെ സീരിയസ് ആയിട്ട് സാത്വികമായിട്ട് നന്മ നിറഞ്ഞതാണെങ്കിൽ ഒരിക്കലും മനുഷ്യര് അത് ത്യജിക്കരുത്. അടുത്തത് 6 ഏതാന്യപിതു കർമാണി സംഘം ത്യക്വാ ബലാനി. ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോ പോലും അർജുന ബോണ്ടേജ് ഇല്ലാതെ അറ്റാച്ച്മെന്റ് ഉണ്ടായിക്കൊള്ളട്ടെ, ബോണ്ടേജ് ഉണ്ടാവാൻ പാടില്ല. ഇപ്പോഴും സന്യാസിമാര് അറ്റാച്ച്മെന്റ് പാടില്ല എന്നാ പറയുന്നത്. വളരെ സിമ്പിൾ. നമ്മളുടെ സന്യാസ രൂപത്തിലുള്ളവർ എത്ര ഭംഗിയായിട്ടാണ് മനുഷ്യരെ പറ്റിക്കുന്നത് എന്നാണ് ഞാനിങ്ങനെ വിചാരിക്കുന്നത്. കാരണം അറ്റാച്ച്മെന്റ് ഇവര് തന്നെയല്ലേ, ഭാര്യാഭർത്തൃ ബന്ധം നല്ല ദൃഢമാകണം, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം ദൃഢമാകണം. നല്ല ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലെ സന്യാസിമാരും അല്ലാത്ത സന്യാസിമാരും മാനേജ്മെന്റ് ക്ലാസ് എടുക്കുമ്പോ ദ റിലേഷൻ ബിറ്റ്വീൻ ദ കസ്റ്റമേഴ്സ് ആൻഡ് ദ മാനേജേഴ്സ്, the relation between the office staff, the stakeholders should be perfect. The relation should be, അതിനല്ലേ അറ്റാച്ച്മെന്റ് എന്ന് പറയാ. അതിന്റെ പരമകാഷ്ഠയിൽ നെഗറ്റീവുകൾ വരാൻ സാധ്യതയുള്ള ലെവലിലേക്ക് എത്തുമ്പോഴാണ് അത് ബോണ്ടേജ് ആവുന്നത്. അല്ലെ, എന്ത് സിമ്പിളാ മലയാളികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ലേ. ബന്ധനം ഉണ്ടാവുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാവുക. നമ്മളിപ്പോ ഒരാളുടെ വീട്ടിലേക്ക് പോയി അയാൾ ഫസ്റ്റിൽ അയാൾ സ്വീകരിച്ചു, വളരെ സന്തോഷം. അടുത്തതിന്റെ പിന്നത്തെ ദിവസം വീണ്ടും പോകുമ്പോഴത്തേക്കും ആദ്യം സ്വീകരിച്ച അതേ മനോഭാവത്തിലല്ല സ്വീകരിക്കുന്നത്. കാരണം അതൊരു ഭാരമായി. സാറേ, ഞങ്ങൾക്ക് കുട്ടികൾക്ക് സ്കൂളിലേക്ക് അയക്കണം, അതുകൊണ്ട് കൂടുതൽ സമയം ചെലവഴിക്കാനില്ല എന്ന് 2ാമത്തെ വിസിറ്റിൽ പറയും. 3ാമത്തെ വിസിറ്റിൽ പറയും സാർ ഇനി മുതൽക്ക് വരുമ്പോഴത്തേക്കും ഫോൺ വിളിച്ച് പറഞ്ഞിട്ടേ വരാവൂ, കാരണം കുറെ അധികം വർക്കുകൾ മാറ്റിവെച്ചിട്ടാണ് സാറിനെ പോലെയുള്ളവർ വരുമ്പോൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അല്ലേ, ഇത് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ബന്ധനം എന്നുള്ള വാക്കും ബന്ധം എന്നുള്ള വാക്കും തമ്മിൽ വളരെ ശ്രദ്ധയോടുകൂടി പ്രയോഗിക്കണം. നിർഭാഗ്യവശാൽ എല്ലാവരും ഏത് പ്രഭാഷണം നടത്തുമ്പോഴും അറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന വേദനാജനകമായിട്ടുള്ളത് കാണാൻ സാധിക്കും. പക്ഷെ കൃഷ്ണൻ കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ, ഞാനല്ല പറയുന്നത്, യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചരം. ബന്ധനം എന്ന വാക്ക് തന്നെ ഭഗവാൻ കൃഷ്ണൻ ഉപയോഗിക്കുന്നുണ്ട്. എന്ത് ക്ലിയർ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഏതാന്യപി കർമാണി, ഈ യജ്ഞം പ്ലസ് ദാനം പ്ലസ് തപസ്, ഈ കർമ്മങ്ങളൊക്കെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതും ബന്ധനമില്ലാതെ വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എന്ന അർത്ഥത്തില് ഇതുമാതിരിയുള്ള യജ്ഞങ്ങൾ ചെയ്യുക, വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാം. നമ്മുടെ കൊടകരയിൽ ഒരു യാഗം നടന്നു. പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മനസ്സിലായി അതിന്റെ പുറകിലൊക്കെ പ്രവർത്തിച്ചത് കുറെ ഗോൾഡ് മർച്ചന്റുമാരാണ്. അവരൊക്കെ ഈ യാഗത്തിന്റെ അഗ്നിയുടെ സ്വർണ്ണ കോയിൻ ഇറക്കിയിരുന്നു. സ്വർണ്ണ കോയിനൊക്കെ 5000 രൂപ കൊടുത്തവർക്ക്, 10000 രൂപ കൊടുത്തവർക്ക്, 20,000 രൂപ കൊടുത്തവർക്ക്, 50,000 രൂപ കൊടുത്തവർക്കൊക്കെ യാഗത്തിന്റെ സ്വർണ്ണ കോയിൻ കൊടുത്തു. അപ്പൊ ആ യജ്ഞം എന്തിനു വേണ്ടി ആയിരുന്നു? കുറെ പേർക്ക് പൈസ ഉണ്ടാക്കാൻ.
അല്ലാതെ ആ യജ്ഞം ചെയ്തതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്? കണ്ണൂർ ഒരു യാഗം നടത്തി, കമ്മ്യൂണിസ്റ്റുകാരുടെ നെഞ്ചത്ത് നടത്തിയ യാഗം കണ്ണൂരിലെ അടിമുടി മാറ്റി. അത് പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ പറയുന്നു. രണ്ട് യാഗത്തിന് രണ്ട് രീതിയിൽ കാണുകയല്ല ഞാൻ. കൊടകരയിലുള്ള ജനങ്ങളൊക്കെ നല്ല ആത്മാർത്ഥമായിട്ട് വിശ്വാസമുള്ളവരൊക്കെ തന്നെയാണ്. അവരെ ഇനി ഒരു യാഗം നടത്തിയിട്ട് വീണ്ടും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. കണ്ണൂർ അങ്ങനെയല്ല. കണ്ണൂരിൽ അത് നടത്തിയപ്പോഴത്തേക്കുമാണ് ലക്ഷമൊക്കെ അനവധി ലക്ഷക്കണക്കിന് ആൾക്കാർ വന്ന് അവരുടെ മനസ്സിനകത്ത് വലിയൊരു മാറ്റം ഉണ്ടായി. ഇതെനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും, യജ്ഞമാണെങ്കിലും ദാനമാണെങ്കിലും തപസ്സാണെങ്കിലും, അത് പ്രൊജക്ട് ചെയ്യാനോ പരസ്യത്തിനോ കുറെ പൈസ ഉണ്ടാക്കാനോ കുറെ അധികം നാട്ടുകാരെ പറ്റിക്കാനോ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാനോ ഉള്ള രീതിയിൽ അതൊരിക്കലും ചെയ്യരുത്. കർത്തവ്യാനി ഇതിമേ പാർത്ത നിശ്ചിതം മതമുത്തമം. അത് കർത്തവ്യമാണെങ്കിൽ, അല്ലെ, ആ വാക്ക് നോക്കൂ, നിന്റെ കർത്തവ്യമാണ് അത് എങ്കിൽ, നിന്റെ കർത്തവ്യമാണ്, നീയാണത് ചെയ്യാനുള്ളത്. നിന്റെ കർത്തവ്യം, യുവർ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ്. സോ യു ഹാവ് ടു ഡു ഇറ്റ്. അതെന്റെ കർത്തവ്യമാണ്. അതിൽ നിന്ന് നേട്ടമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, അതിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുന്നില്ല. സത്യത്തില് നമ്മള് യജ്ഞം പ്ലസ് ദാനം പ്ലസ് തപസ്. യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയവും അതിനകത്ത് പെടും കേട്ടോ. യജ്ഞം എന്ന് പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും അതിനകത്ത് പെടും. ദാനം എന്ന് വെച്ചാൽ എല്ലാ വിഷയങ്ങളും പെടും. ഈ അമൃതാനന്ദമയിയുടെ അവിടെ എന്താ പറയുക, ഡിപ്ലോമ കോഴ്സ് ഇൻ ഹിന്ദുയിസം ഞാൻ ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. MBBS പഠിക്കുന്നവരും എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരും MBA പഠിക്കുന്നവരും എല്ലാവരും അവര് നമ്മൾ പ്രകൃതി ആരാധനയെ കുറിച്ച് ഒരു കോഴ്സ് ഉണ്ട് അവർക്ക്. അത് കഴിഞ്ഞ് അടുത്ത ലെവലിലേക്ക് അവരെത്തുമ്പോഴത്തേക്കും ഗ്ലിംസസ് ഓഫ് ഇന്ത്യൻ ഹെറിറ്റേജ് രണ്ടാമത്തെ കോഴ്സ് ഉണ്ട്, ഫുൾ മാർക്കുള്ളതാണ്. മൂന്നാമത്തേത് മഹാഭാരതം, നാലാമത്തേത് രാമായണം. ഇതെല്ലാവരും പഠിക്കണം. 10,000-40,000 50,000 കുട്ടികളുള്ള യൂണിവേഴ്സിറ്റിയിൽ ഇതെല്ലാവരും പഠിക്കണം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പലപ്പോഴും പലരും ഇങ്ങനെ വാചകം അടിക്കല്ലേ ഉള്ളൂ, അല്ലാണ്ട് ആരും ചെയ്യാറില്ലല്ലോ. അത് വേണം ഇത് വേണം, എന്ത് കൃത്യമായിട്ടാണ്. അതില് കുറെ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്, അതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് അവർക്ക് കോഴ്സിന്റെ ഭാഗമായിട്ട് കൊടുക്കാൻ. അതിൽ ഒരു വിഷയം യജ്ഞമാണ്. ആ യജ്ഞം എന്ന വാക്ക് എത്ര മഹത്തായിട്ട് അമ്മയ്ക്ക് കാണാൻ സാധിച്ചു, കൂടെയുള്ളവർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പഞ്ചമഹായജ്ഞം. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സ്കൂളിലെ കുട്ടികൾക്ക് പഞ്ചമഹായജ്ഞം അവർ ചെയ്യാറുണ്ട്, ഡെയിലി ചെയ്യാറുണ്ട്, സ്കൂളിലുള്ള ദിവസങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ പിന്നെ നമ്മളുടെ ഷോഡശ കർമ്മങ്ങള് 16 നമ്മളുടേതായിട്ടുള്ള സംസ്കാര കർമ്മങ്ങളെ കുറിച്ചുള്ള എല്ലാ ക്ലാസ്സും അത് മലയാളത്തിലാണ്. അത് മലയാളത്തിലെടുക്കാൻ കാരണം അമ്മയുടെ പ്രവർത്തകർക്ക്, കേരളത്തിലുള്ള എല്ലാ പ്രവർത്തകർക്കും ഇതിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയാണ്. എന്തോ അമ്മ എന്നെ സെലക്ട് ചെയ്ത്, എനിക്കൊരു വലിയ ഭാഗ്യമാണ്. പേഴ്സണലി പറഞ്ഞിട്ട് എന്നെ സെലക്ട് ചെയ്തെന്നാണ് അവിടെ നിന്ന് അറിയിച്ചത്. സന്തോഷമുണ്ട്. ഞാനിതൊക്കെ പറഞ്ഞത് ഏതാന്യപിതു കർമാണി, ഏത് കർമ്മം ചെയ്യുമ്പോഴും സംഘം ത്യക്വാ ഫലാനിച്ച, ആ കർമ്മത്തോടുള്ള ബന്ധനം ഒഴിവാക്കുക, അതിന്റെ റിസൾട്ടിനോടും റിവാർഡിനോടുമുള്ള അത്യാഗ്രഹങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് എന്റെ കർത്തവ്യാനി ഇതി, മലയാളിക്ക് മനസ്സിലാവുന്ന സംസ്കൃതം അല്ലേ ഇത്, ഇതെന്റെ കർത്തവ്യമാണ്. ഇതി ഹേ പാർത്ത നിശ്ചിതം, മമ കർത്തവ്യാനി ഇതി നിശ്ചിതം, ഇതെന്റെ കർത്തവ്യമാണ് ചെയ്യേണ്ടത്. അമ്മ മക്കളെ വളർത്തുന്നത് അമ്മയുടെ കർത്തവ്യമാണ്, ധർമ്മമാണ്. അച്ഛൻ മക്കളെ കൊണ്ടുപോകുന്നതും വളർത്തുന്നതും ഉയർത്തുന്നതും ഉണർത്തുന്നതും അതിനുവേണ്ടി അനുഭവിക്കുന്നതെല്ലാം അത് കർത്തവ്യമാണ്, ധർമ്മമാണ്. പൗരന്റെ കർത്തവ്യം, രാജാവിന്റെ കർത്തവ്യം, ഭരണാധികാരിയുടെ കർത്തവ്യം. കർത്തവ്യാനി ഇതി നിശ്ചിതം, കർത്തവ്യമാണ് എന്ന് നിശ്ചയിച്ചുകൊണ്ട് വേണം ഈ കർമ്മങ്ങൾ, യജ്ഞം പ്ലസ് ദാനം പ്ലസ് തപസ് അത് ചെയ്യാൻ. ലോകം നമ്മളെ കാണുന്നുണ്ട്, അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നല്ല, നമ്മളുടെ ലോകം നമ്മളെ കണ്ടു പഠിക്കുന്നുണ്ട് എന്നുള്ളത് വലിയത്. എന്ത് രസാണ് അല്ലേ അത്. കർത്തവ്യാനി ഇതി ഹേ പാർത്ത ത്വം നിശ്ചിതം കൃത്വ മതമുത്തമം, ഇതെന്റെ അഭിപ്രായമാണെന്ന് കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അതല്ലേ കൃഷ്ണന്റെ മഹത്വത്തെ കുറിച്ച് ഞാൻ ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ഇതെന്റെ അഭിപ്രായമാണ് അർജുന, ഇനി നിനക്കെന്ത് വേണോ അത് നിന്റെ ഇഷ്ടം മാതിരി ചെയ്യാം. മതം ഉത്തമം, ഉത്തമമായ എന്റെ അഭിപ്രായം ഇതാണ്. എത്ര ലോജിക്കലായിട്ടാണ് കൃഷ്ണൻ പറയുന്നത്. അടുത്തത് 7ാമത്തെ ശ്ലോകം. നിയതസ്യ തു സന്യാസഃ കർമ്മണോ നോപപദ്യതേ മോഹാപ്തസ്യ പരിത്യാഗസ്തമസ താമസ പരികീർത്തിതേ. ഏതൊക്കെയോ തരത്തിലുള്ള മോഹം എന്നുള്ളത് ഇവിടെ അർത്ഥം കൺഫ്യൂഷനാണ്. മോഹം എന്ന് വെച്ചാൽ കൺഫ്യൂഷൻ, എന്തൊക്കെയോ കൺഫ്യൂഷൻ, അജ്ഞത, അറിവില്ലായ്മ, വ്യക്തമായ ദിശാബോധമില്ലായ്മ, ഇങ്ങനെയുള്ള മോഹാത് തസ്യ പരിത്യാഗ നിയതസ്യ തു കർമ്മണോ. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ നോക്ക. നിയതസ്യ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന,
നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹി അകർമ്മണഃ ശരീരയാത്രാപി ച തേ ന പ്രസിദ്ധേത കർമ്മണഃ എന്ന് ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിയതം, നീ ഏറ്റെടുത്ത ദൗത്യം, നിന്നെ ഏൽപ്പിച്ച ദൗത്യം, അത് നീ ചെയ്യുക. നിയതം കുരു കർമ്മ കർമ്മജ്യായോഹി അകർമ്മണഃ, നിന്നെ ഏൽപ്പിച്ച നിന്റെ കർമ്മം ഭംഗിയായിട്ട് ചെയ്യല് കർമ്മം ചെയ്യാതെ ചുമ്മാ താടിക്ക് കൈയും കൊടുത്തിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ശരീരയാത്ര, നമ്മുടെ ശരീരം ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട് അർജുന? ശരീരത്തിന്റെ ഓരോ കോശവും അതിനെ ഏൽപ്പിച്ച ദൗത്യം അതിന്റെ ദൗത്യം ചെയ്യുന്നു. ഹൃദയം ഹൃദയത്തിന്റെ, ലങ്സിന്റെ, മൂക്കിന്റെ, നാക്കിന്റെ, ബ്രെയിൻ, കയ്യ്, കാല് എല്ലാം അതിന്റെ കർമ്മം ചെയ്യുന്നു. നിയതം. ഇപ്പൊ നിയതസ്യത്തു സന്യാസ, നിയതസ്യത്തു കർമ്മണഃ സന്യാസം. നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, നീ ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം അല്ലയോ അർജുന, തസ്യ അല്ലെങ്കിൽ തേഷാം സന്യാസഃ ന ഉപപദ്യതേ, അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതായത് നിന്നെ ഏൽപ്പിച്ച ദൗത്യം, നീ ഏറ്റെടുത്ത ദൗത്യം, അത് എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, അത് വേണ്ട, അത് വയ്യ. അന്ന് ഞാൻ ഒക്കെ പറഞ്ഞിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് വയ്യ, ഇന്ന് ഞാൻ ചെയ്യില്ല, ഇന്ന് വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റില്ല, പാടില്ല. ധാരാളം കർമ്മങ്ങൾ എങ്ങനെയുണ്ടല്ലോ, എനിക്ക് പെട്ടെന്ന് തോന്നിയിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ വ്യക്തികൾ നടത്തിയ സമരത്തിലെ 7 കോടി രൂപയ്ക്ക് തുല്യമായിട്ടുള്ള പ്രോപ്പർട്ടി അവര് സമരം ചെയ്തവരുടെ നേതാക്കന്മാരുടെ വീടുകള് എല്ലാം കണ്ടുകെട്ടിയിരുന്നു. അത് ചെയ്തത് വില്ലേജ് ഓഫീസർമാരും തഹസിൽദാർമാരുമാണ്. പക്ഷേ അതവർക്ക് ചെയ്തേ മതിയാവൂ അല്ലേ? ഈ പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദി സംഘടനക്കാരുടെ വീടിന്റെ അടുത്ത് ചെന്നിട്ട് അതെല്ലാം അളന്ന് അതെല്ലാം ഇതാക്കിയിട്ട് കണ്ടുകെട്ടുന്ന പ്രൊസീജിയറൊക്കെ ചെയ്യുമ്പോ എന്താ, പാകിസ്ഥാനിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. ഇവിടെ ചില പോപ്പുലർ ഫ്രണ്ടുമാരുടെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ചുറ്റുമുള്ളവർ എന്താ ചെയ്യാൻ സാധ്യത, എന്തൊക്കെ ചെയ്യാനാ സാധ്യത? അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് വില്ലേജ് ഓഫീസർക്ക് പറയാൻ പറ്റുമോ? എനിക്കത് പറ്റില്ല എന്നുള്ളത് തഹസിൽദാർക്ക് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. ചെയ്തേ മതിയാവും. അതാണ് കൃഷ്ണൻ പറയുന്നത്. ചിലതൊക്കെ ഇഷ്ടമുണ്ടോ ഇഷ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ചെയ്തേ മതിയാവും. അതിലൊരു ഉദാഹരണമാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. നിയതസ്യതു സന്യാസം നിയതസ്യസു കർമാണി. അതായത് നിന്നെ ഏൽപ്പിച്ച ദൗത്യം, നീ ഏറ്റെടുത്ത ദൗത്യം ഒരു കാരണവശാലും തസ്യ തേഷാം സന്യാസഃ ന ഉപപദ്യത, അത് നിനക്ക് ഉപേക്ഷിക്കാൻ സാധ്യമല്ല, ചെയ്തേ മതിയാവും. എന്താ കൃഷ്ണൻ ഇങ്ങനെ പറയുന്നത്? ഈ പറയുന്ന കൃഷ്ണന്റെ വിവരണങ്ങളെല്ലാം എടുത്ത് തിരിച്ച് ബൂമറാങ് അടിച്ച മാതിരി അർജുനൻ കൃഷ്ണൻ ഇട്ട് വയ്ക്കോ? നീ ത്യാഗം വേണം, സന്യാസം വേണം, സന്യാസം നല്ലതാണ്, ത്യാഗം നല്ലതാണെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്നെ കൊണ്ട് ഈ യുദ്ധം ചെയ്യിപ്പിക്കുന്നത് എന്തിനാന്ന് ഇപ്പൊ ചോദിച്ചാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് കട്ടാമ്പാര വരാതിരിക്കാൻ അങ്ങോട്ട് കയറി ബ്ലോക്ക് ചെയ്തത് മാതിരിയല്ലേ കൃഷ്ണൻ മാനേജ്മെന്റ് ചെയ്തത്? അതായത് നിയതസ്യ, ക്ഷത്രിയനായ നീയ യുദ്ധം ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. നീ യുദ്ധം ചെയ്തേ മതിയാവും, അതിൽ നിന്ന് മാറുന്ന പ്രശ്നമില്ല. കാരണം നിന്റെ കർത്തവ്യമാണ്. നീ നിൽക്കുന്ന യുദ്ധക്ഷേത്രത്തിലാണ്, അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നു 2 സൈന്യങ്ങൾ. ഇവിടെ വെച്ചിട്ട് ഞാൻ ഇന്ത്യൻ കോഫി ഹൗസിൽ പോയിട്ട് ചായ കുടിച്ചിട്ട് വരാന്ന് പറഞ്ഞിട്ട് പോവാനൊന്നും പറ്റില്ല. നീ ഏറ്റെടുത്ത ദൗത്യം, നിന്നെ ഏൽപ്പിച്ച ദൗത്യം, നീ അതൊക്കെ സ്വീകരിച്ചിട്ട് രഥത്തിന്റെ മോളിൽ കയറി ഇരുന്ന് 2 സൈന്യങ്ങളുടെ നടുക്ക് കുത്തി നിൽക്കുന്ന പാർട്ടിയാണ്. നിന്നെയാണ് ഞാൻ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇട്ടേച്ചു പോകാനൊന്നും പറ്റില്ല. അത് കൃഷ്ണൻ ഉപയോഗിച്ച വഴി നോക്കുക. പറഞ്ഞ് കൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ തന്നെ കൃഷ്ണൻ ഇട്ട് തിരിച്ചു വെച്ചിട്ട് ഞാൻ യുദ്ധം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇതിവിടെ പറയുന്നു നിയതസ്യതു കർമാണി, നിന്നെ ഏൽപ്പിച്ച ദൗത്യം, നീ ഏറ്റെടുത്ത ദൗത്യത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ സാധിക്കില്ല. അതുകൊണ്ട് അർജുന തിരിച്ചും മറിച്ചും പറഞ്ഞ് അവസാനം ഞാൻ യുദ്ധം ചെയ്യില്ല എന്നൊക്കെ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഒന്നും പറയല്ലേ. മോഹാത്തസ്യ പരിത്യാഗഃ. ഇനി മോഹം, അറിവില്ലായ്മ കൊണ്ട്, സ്വധർമ്മത്തെക്കുറിച്ച് അറിവില്ലായ്മ കൊണ്ട്, ത്യാഗത്തെക്കുറിച്ചും സന്യാസത്തെക്കുറിച്ചും അറിവില്ലായ്മ കൊണ്ട് ഓരോ വ്യക്തിയും ഏറ്റെടുത്ത ദൗത്യങ്ങളും ചെയ്യേണ്ട ദൗത്യങ്ങളെയും കുറിച്ച് കൃത്യമായിട്ട് ബോധമില്ലാത്തത് കൊണ്ട് അത് ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ പരിത്യാഗ താമസ, അത് താമസികമായിട്ടുള്ള, അത് നെഗറ്റീവായിട്ടുള്ള, ഡിസ്ട്രക്റ്റീവായിട്ടുള്ള, ഏറ്റവും അധികം എന്താ പറയുക, തിന്മ നിറഞ്ഞ ത്യാഗമാണ് അത്. അമ്മ പറയാണ് ഞാൻ മക്കളെ വളർത്തില്ല, അച്ഛൻ പറയാണ് ഞാൻ ഭാര്യയെ നോക്കില്ല, മക്കളെ നോക്കില്ല. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവൻ പറയാണ് ഞാൻ ബാങ്കിലേക്ക് കടം അടയ്ക്കില്ല, ഞാൻ ഇവിടെ ത്യജിക്കുകയാണ്.
എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ സന്യാസം സ്വീകരിക്കുകയാണ്, ഞാൻ ബാങ്കിലുള്ള കട അടക്കില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാൻ ടാക്സ് അടക്കില്ല, ഞാൻ ഇൻകം ടാക്സ് അടക്കില്ല, ഇൻകം ടാക്സിന്റെ പേപ്പർ ഫില്ല് ചെയ്ത് കൊടുക്കില്ല, ഞാൻ മുനിസിപ്പാലിറ്റി ടാക്സ് അടക്കില്ല, ഞാൻ വില്ലേജ് ടാക്സ് അടക്കില്ല, ഇതൊന്നും അടക്കില്ല എന്ന് പറയുമ്പോൾ അത് എന്താ കാരണം? ഞാൻ എല്ലാത്തിൽ നിന്നും സന്യാസിയായി മാറി നിൽക്കാം, ഞാൻ എല്ലാം ഉപേക്ഷിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന സന്യാസവും എന്ന് പറയുന്ന ത്യാഗമൊക്കെ തല്ലുകൊള്ളാത്ത ത്യാഗമാണ്, തല്ലുകൊള്ളാത്ത സന്യാസമാണ്. അർത്ഥം മനസ്സിലായല്ലോ? അത് താമസം ഇതി പരികീർത്തിത, അത് താമസികമായ ത്യാഗമാണെന്ന് നൊട്ടോറിയസ്ലി എക്സ്പ്ലെയിൻഡ് വളരെ നെഗറ്റീവായിട്ട് അത് വിവരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. അടുത്ത ദുഃഖമെത്തിയേവ യത് കർമ്മ. ചില കർമ്മങ്ങളൊക്കെ ദുഃഖമാണ്. നമ്മുടെ ഇന്ത്യ ലഡാക്കിലൊക്കെ യുദ്ധത്തിന് ഇരിക്കുന്നവര്, യുദ്ധം ചെയ്യുന്നവർ -20, -30, -40, -50ഒക്കെയാണ്. വളരെ ദുഃഖമാണ്. എനിക്ക് ഇപ്പൊ തോക്ക് പൊക്കാൻ വയ്യ, എനിക്ക് ഭക്ഷണം കിട്ടുന്നില്ല, എനിക്ക് ഇവിടെ നിൽക്കാൻ വയ്യ എന്നുള്ളതും, പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രോപ്പർട്ടികൾ ജപ്തി ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് പ്രശ്നമാവും, എനിക്ക് എന്നെ ചിലപ്പോൾ അവർ ഭീഷണിപ്പെടുത്തും, എനിക്ക് അതൊക്കെ സംഭവിക്കും എന്ന രീതിയിൽ ദുഃഖമീതി ഏവ തത് കർമ്മ. ആ കർമ്മം വളരെ ദുഃഖകരമാണ്, വേദനാജനകമാണ്, ഭയം ഉണ്ടാക്കുന്നതാണ്, അത് പ്രോബ്ലമുള്ള കർമ്മമാണ്. അതുകൊണ്ട് ഞാൻ ആ കർമ്മം ഉപേക്ഷിക്കുന്നു. ആ കർമ്മം ഞാൻ ചെയ്യില്ല. എനിക്ക് പ്രൊമോഷനും വേണ്ട, എനിക്ക് ട്രാൻസ്ഫർ ഉണ്ടെങ്കിലും വിരോധമില്ല, ഞാൻ ആ കർമ്മം ഉപേക്ഷിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. ചെയ്തേ മതിയാവും. LDF ആണെങ്കിലും UDF ആണെങ്കിലും കള്ളന്മാരാണ്, കൊള്ളക്കാര്, കരിഞ്ചന്തക്കാര്, തട്ടിപ്പുകാര്, വെട്ടിപ്പുകാര്, എല്ലാ പറ്റിക്കലും നടത്തുന്ന മന്ത്രിമാരാണെങ്കിലും അവരുടെ ഓർഡർ അനുസരിച്ചേ മതിയാവും. വേറെ ആൾട്ടർനേറ്റീവ് ഒന്നുമില്ല. ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അനുസരിച്ചേ മതിയാവും. അതുകൊണ്ട് ദുഃഖമീതി ഏവ തത് കർമ്മ, ആ കർമ്മം ദുഃഖമീതി ഏവ, അത് ദുഃഖം തന്നെയാണ്. കായക്ലേശ ഭയാത്, എന്റെ ശരീരത്തിന് അത് താങ്ങാൻ പറ്റില്ല. എന്റെ ശരീരത്തിന് അത് കുറെ പ്രശ്നമുണ്ട്. കായക്ലേശം ഉണ്ടാവും, ഭയം ഉണ്ടാവും. ഭയം കൊണ്ട് ഞാനത് ചെയ്യില്ല. അതാണ് ഇപ്പൊ ഉദാഹരണങ്ങൾ പറഞ്ഞത്. ഭയം കൊണ്ട് ഞാനത് ചെയ്യില്ല, ശരീരത്തിനുള്ള പ്രശ്നം കൊണ്ട് ഞാൻ ചെയ്യില്ല, പിന്നെ എന്റെ മനസ്സിന് അത് ശരിയല്ല എന്ന് തോന്നുന്നത് കൊണ്ട് ഞാൻ ചെയ്യില്ല എന്നൊന്നും പറയാൻ സാധിക്കില്ല. കായ പ്ലസ് ക്ലേശ പ്ലസ് ഭയാത് നത്യജേത് തത് കർമ്മ നത്യജേത്. അത് ത്യജിക്കാൻ പറ്റില്ല. ത്യജിച്ചാൽ അത് എന്താ പറയാ, സകൃത്വ രാജസം ത്യാഗം. ആ ത്യാഗം ഭയപ്പെട്ട വെല്ലുവിളിയെ ഏറ്റെടുക്കാൻ പറ്റാതെ മാറി നിൽക്കുന്ന ത്യാഗം. നശീകരണം ഒന്നുമില്ല, ഡിസ്ട്രക്ഷൻ ഒന്നുമില്ല, പക്ഷെ മാറി നിൽക്കുന്നു. എനിക്ക് പ്രൊമോഷനും വേണ്ട, എനിക്ക് അഡ്വാൻറ്റേജും വേണ്ട, എനിക്ക് പൈസയും വേണ്ട, എനിക്ക് ഗുഡ് എൻട്രി സർട്ടിഫിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. പക്ഷെ ഈ പരിപാടി നമ്മുടെ ശരീരത്തിന് പറ്റിയതല്ല, നമ്മുടെ മനസ്സിന് പറ്റിയതല്ല, അതുപോലെ എനിക്ക് കുറച്ചൊക്കെ ഭയമുണ്ട്, അതുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഞാൻ ഇതാ സന്യാസം സ്വീകരിക്കുന്നു, ജോലിയിൽ നിന്ന് രാജിവെക്കാൻ വരെ ഞാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് ത്യാഗം ചെയ്തു കഴിഞ്ഞാല് അത് രാജസീക ത്യാഗമാണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് വളരെ വളരെ സിമ്പിളാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ ഇതാക്കേണ്ട കാര്യമില്ല. കാരണം ഇത് വളരെ ഡീപ്പായിട്ട് നമ്മുടെ ജീവിതത്തിലൊന്നും പ്രയോഗിക്കേണ്ടി വരില്ല. കാരണം ത്യാഗം എന്താണ്, സന്യാസം എന്താണെന്നൊക്കെ നമുക്ക് ഏതാണ്ട് നല്ലോണം അറിയാവുന്നവരാണ്. 9 കൂടി വായിച്ചിട്ട് നാളെ ഇത് ഒരു പ്രാവശ്യം കൂടി കാര്യമിത്യേവ യത് കർമ്മ. ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ അത് കാര്യമാണ്, ചെയ്തേ മതിയാവും, ഞാനതിൽ ഇൻവോൾവ് ചെയ്തേ മതിയാവും, അതെന്റെ കർത്തവ്യമാണ്, ഞാനത് ചെയ്യാൻ ബാധ്യസ്ഥനാണ്, അതെന്റെ ഉത്തരവാദിത്വമാണ്. എന്റെ കസേരയിൽ ഇരിക്കുന്നിടത്തോളം കാലം, ഗൃഹനാഥനായിട്ടിരിക്കുന്നിടത്തോളം കാലം, ഗൃഹനാഥയായിട്ടിരിക്കുന്നിടത്തോളം കാലം, മകനായി മകളായി ഇരിക്കുന്നിടത്തോളം കാലം, ഭർത്താവായിട്ട് ഭാര്യയായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം, രാഷ്ട്രത്തിന്റെ പൗരനായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി ഇരിക്കുന്നിടത്തോളം കാലം കാര്യമിത്യേവ യത് കർമ്മ നിയതം ക്രിയതേ ഹേ അർജുന. അത് നിന്നെ ഏൽപ്പിച്ചതാണെങ്കിൽ നീ അത് ചെയ്തേ മതിയാവും. പത്തനംതിട്ട കളക്ടറെ കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഇത് ഗംഭീരമായിട്ട് അവർ ചെയ്യുന്നത്. തൃശ്ശൂരിലെ കളക്ടറും ഇപ്പൊ ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണെന്ന്. ബാക്കി എത്രയോ കളക്ടർമാരുണ്ടല്ലോ, എന്തുകൊണ്ട് അവരൊന്നും ചെയ്യുന്നില്ല? ഒന്നിലെയും ഭയം, അല്ലെങ്കിൽ എന്തിനാ വെറുതെ പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് കുറെ 4 കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ ഭാവി തലമുറയ്ക്ക് പ്രയോജനപ്പെടുമെന്ന ദുരുദ്ദേശത്തോടുകൂടി ചെയ്യുന്നതും സതുദ്ദേശത്തോടുകൂടി നല്ല കളക്ടർമാർ ചെയ്യുന്നതൊക്കെ നോക്കാം. അവരുടെ സമയം, അവരുടെ ഊർജം, അവരുടെ യാത്ര എല്ലാം അവർ ഈ ഒരു കാര്യത്തിന് മാറ്റിവെക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടി അവർ പ്രവർത്തിക്കുന്നു. പോയില്ലെങ്കിലോ ചുമ്മാ AC മുറിയിലിരിക്കാം, ഒരു പ്രശ്നമില്ല, അവർക്ക് ശമ്പളം കിട്ടും,
അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. കുറെ പേര് ചായ കൊണ്ടുവരും, എല്ലാം തിന്നാനുള്ളത് കൊണ്ടുവരും, മുറിയിലിരിക്കുക, വേറെ ഒന്നിനും പോകാതിരിക്കാൻ വേണമെങ്കിൽ. പക്ഷെ സമയം ത്യജിക്കുന്നു, ഊർജം, അറിവ് എല്ലാം ത്യജിച്ച് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു മഹായജ്ഞം അവർ ചെയ്യുമ്പോൾ അവർ ആസ്വദിക്കുന്നു. അത് കാര്യമിത്യേവ, അത് ചെയ്യേണ്ടതാണ് എന്ന സ്വബോധം കൊണ്ട് അവർ ചെയ്യുന്നു. യത് കർമ്മ നിയതം ക്രിയതേ, തന്നെ താൻ ഏറ്റെടുത്ത കർമ്മം അല്ലെങ്കിൽ ഏൽപ്പിച്ച കർമ്മം ചെയ്യുന്നു. സംഘം ത്യക്വാ ബലം ചൈവ, ആ കർമ്മം ചെയ്യുന്നതിനോട് ബന്ധനമില്ലാതെ, അതിന്റെ റിസൾട്ടിനോടും റിവാർഡിനോടും ബന്ധനമില്ലാതെ അതുകൊണ്ട് ആ സമയം ചെലവഴിക്കുന്നു, ഊർജം ചെലവഴിക്കുന്നു, എല്ലാം നമ്മൾ ചെലവഴിക്കുന്നു. അങ്ങനെ നമ്മളെ തന്നെ അതിൽ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കുറെ ഭാരമേറ്റെടുത്ത് സുഖിക്കാനും സന്തോഷിക്കാനുമുള്ള അവസരങ്ങളൊക്കെ ത്യജിച്ച് വേദനാജനകമായ ബുദ്ധിമുട്ടുള്ള കർത്തവ്യം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമുക്ക് ആനന്ദലഹരി ലഭിക്കുന്ന പലതും നമ്മൾ ത്യജിച്ചാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആ ത്യാഗം, കർമ്മനിരതനാകുന്ന ത്യാഗം, അതിൽ നമുക്ക് നഷ്ടപ്പെടാനുള്ളത് സ്വസ്ഥമായിട്ടുള്ള ഇരിക്കുക, AC-യിലുള്ള ഇരിപ്പ്, സുഖം, സന്തോഷം, പിന്നെ തിന്നാൻ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, മറ്റുള്ളവരുടെ സർട്ടിഫിക്കറ്റ്, അതിനിടയ്ക്ക് കുറെ കാശുണ്ടാക്കാൻ സാധിക്കുന്നത്, അതെല്ലാം ത്യജിക്കണം. എന്നാലേ ഏറ്റെടുത്ത ദൗത്യം, ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതെല്ലാം ത്യജിച്ച് നല്ല കാര്യത്തിന് ബന്ധനമില്ലാതെ റിസൾട്ടും റിവാർഡും സർട്ടിഫിക്കറ്റും അവാർഡും ഒന്നിനോടും നോട്ടമില്ലാതെ ബാക്കിയുള്ളതൊക്കെ പോയാലും ശരി, എന്റെ ദൗത്യം, എന്റെ സമയം, എന്റെ ഊർജം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ഉപയോഗിക്കുന്നു, അതിൽ ഞാൻ ആനന്ദം കണ്ടെത്തുന്നു എന്ന രീതിയിൽ മറ്റു പലതും ത്യജിച്ച് ഇതുമാതിരിയുള്ള വലിയ ഉത്തരവാദിത്വങ്ങള്, ചിലപ്പോൾ പെയിൻഫുൾ ആയിരിക്കാം, ചിലപ്പോൾ ബർഡൺ ആയിരിക്കാം, വീട്ടിലെത്തുമ്പോൾ രാത്രി 11 മണിയായി എന്ന് വരും, വളരെ വൈകിന്ന് വരും, ഭീഷണികൾ ഉണ്ടായിന്ന് വരും, ചിലപ്പോൾ എതിർപ്പുണ്ടായിന്ന് വരും, ചിലപ്പോൾ റോഡില് കാറ് തടഞ്ഞു എന്ന് വരും. ഇതൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ എന്റെ കർത്തവ്യം ഞാൻ ചെയ്യുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്ന് പറഞ്ഞ് മറ്റുള്ളതിനെ ഒന്നിനെയും വിലവെക്കാതെ നടത്തുന്ന ആ ത്യാഗമാണ് സാത്വികമായ ത്യാഗം. നല്ല അർത്ഥമുള്ളതാണ് കേട്ടോ, അർത്ഥമുള്ളതാണ്. പക്ഷെ ഈ വരികളെല്ലാം നിങ്ങൾക്ക് നല്ലോണം അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ വരിയുടെ വേർഡ് ബൈ വേർഡ് മീനിങ് എടുത്ത് അത് സാത്വികമാണോ രാജസികമാണോ താമസികമാണോ എന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല. സാമാന്യം നമുക്ക് അറിയണം. ആ സാമാന്യമായിട്ടുള്ള അറിവിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ അറിവ് ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ധന്യമായ ഭഗവത്ഗീത ക്ലാസ് കുറച്ച് നല്ല സ്പീഡിലാണ് പറഞ്ഞത്. വളരെ സന്തോഷമുണ്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. വളരെ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് സന്തോഷത്തോടുകൂടി ഭഗവത്ഗീതയുടെ 3-4 ശ്ലോകങ്ങൾ പറയാൻ സാധിച്ചതിലും അത് ശ്രദ്ധയോടുകൂടി നിങ്ങൾ കേട്ടതിൽ സന്തോഷമുണ്ട്.